ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് അവിടെ മർദ്ദനമേറ്റ സാഹചര്യം, അതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു, പോലീസ് കേസെടുത്തിരുന്നു. ആ വിഷയം ഉയർത്തിയാണ് അവിടെ KSUവിൻ്റെ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. അത് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പോലീസ് എവിടെ വെച്ചാണ് പ്രതിഷേധക്കാരെ തടഞ്ഞത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംഭവങ്ങൾ അത് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. SFIക്കാർ യൂണിറ്റ് മുറിയിൽ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു. അത് ഈ കൊടി കെട്ടാൻ കൊടിമരത്തിൽ കയറുന്നത് നിഷേധിച്ചതിനായിരുന്നു ആ മർദ്ദനം. അതായത് ഏതാണ്ട് 1 മണിക്കൂറോളം തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഏതാണ്ട് 12:00 യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU മാർച്ച് നടത്തിയത്. മാർച്ചിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങൾ പലതവണ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ട് മുൻപ് പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് KSU വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ KSU പ്രതിഷേധക്കാരെ തടയുകയായിരുന്നു. എന്നാൽ ആ ബാരിക്കേഡ് ചാടിക്കടന്ന് യൂണിവേഴ്സിറ്റി കോളേജ് വിഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത്. ഇപ്പോഴും നമുക്ക് ഈ ബാരിക്കേഡിന് തൊട്ടിപ്പുറത്ത് സാഫല്യം കോംപ്ലക്സിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് ഈ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഈ KSU പ്രതിഷേധക്കാരെ ഇപ്പുറം ഭാഗത്തേക്ക് വിട്ടുകഴിഞ്ഞത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും. കാരണം SFI വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകരടക്കം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നത് വലിയ തരത്തിൽ സംഘർഷത്തിന് കാരണമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഏതാണ്ട് 4 റൗണ്ടോളം ജലപീരങ്കി ഇതിനോടകം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ KSU പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റ മർദ്ദനത്തെ സംബന്ധിച്ച്. അതായത് ഈ SFIയുടെ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ആ വിദ്യാർത്ഥി ഉന്നയിച്ചത്. അതിനുശേഷം കന്റോൺമെന്റ് പോലീസിലടക്കം പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. പക്ഷേ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് KSU പ്രധാനമായും ഉയർത്തുന്നത്. ഒരു പടി കൂടി കടന്ന് ഇവർ ഒളിവിലാണ് എന്നുള്ള വാദം കൂടി ഇപ്പോൾ KSU ഉയർത്തുന്നുണ്ട്. സമാനമായിട്ടുള്ള വാദം മർദ്ദനമേറ്റ ഭിന്നശേഷി വിദ്യാർത്ഥിയും ഉന്നയിച്ചിരുന്നു. അതായത് കോളേജിലെ കൊടിമരത്തിൽ കയറി കൊടികൾ അത് അഴിക്കാൻ സഹായിക്കാത്തതിനാണ് തന്നെ മർദ്ദിച്ചത്. വ്യക്തിവൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങൾ SFI പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റു ചില സംഘർഷങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ സാഫല്യം കോംപ്ലക്സിന്റെ പരിസരത്തേക്ക് കടന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ആ ഭാഗത്തേക്ക് വരാൻ കഴിയും. അത് തടയാനാണ് പോലീസ് പ്രധാനമായും. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇത് ഒരു ചെറിയ ഭാഗമുണ്ട്, ഒരു ചെറിയ വേ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അത് ചാടിക്കടന്നത് മറികടന്ന് KSU പ്രവർത്തകർ വരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. കൂടുതൽ പോലീസ് ഇവിടെയുണ്ട്. ഏതാണ്ട് 5 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇതിനോടകം പിരിഞ്ഞു പോകാൻ KSU പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. കാരണം ഇടിമുറി ആരോപണം മുൻപും യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാം, ശിവരഞ്ജിത്ത് നസീം കേസുമായി ബന്ധപ്പെട്ട് മുൻപും ഒരു കത്തിക്കത്തിൽ PS പരീക്ഷാ തട്ടിപ്പ് വരെ അടക്കം നീണ്ടുപോയൊരു സംഭവം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളും KSU പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. വനിതാ പ്രവർത്തകരടക്കമുണ്ട്. വനിതാ പ്രവർത്തകരും വനിതാ പോലീസുകാരും തമ്മിൽ ഈ ഉന്തും തള്ളമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടു. ഇപ്പോഴും സംഘർഷ സാധ്യത തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ ഏതാണ്ട് പാളയം ഭാഗത്തേക്ക് തുടരുകയാണ്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധം എത്തുന്നത് തടഞ്ഞിരുന്നു. 5 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ വഴിയിൽ കൂടി യൂണിവേഴ്സിറ്റി കോളേജ് ഭാഗത്തേക്ക് പോകാനാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത്. തടഞ്ഞതിനാണ് ഇപ്പോൾ ചെറിയ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിരിഞ്ഞു പോകില്ല എന്ന് KSU പ്രവർത്തകർ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFI യൂണിറ്റ് റൂമിൽ, അത് ഇടിമുറി എന്നാണ് ആ കുട്ടി തന്നെ ആരോപിച്ചത്, ആ ഇടിമുറിയിൽ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു. അതൊരു SFIക്കാരൻ തന്നെയാണ്, ഒരു പ്രാദേശിക CPM പ്രവർത്തകനൊക്കെയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ, മർദ്ദനമേറ്റ വിദ്യാർത്ഥി തന്നെ വ്യക്തമാക്കി. അത്തരത്തിൽ ഇടിമുറി, യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി അത് ഒഴിവാക്കണം, ഇടിമുറി അത് നീക്കണം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നടക്കം ആവശ്യം അത് KSU ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. അതിന് പിന്നിലാണ് വലിയ രീതിയിലുള്ള വാക്കേറ്റവും നേരിയ സംഘർഷവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യം
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ അത് തുടരുകയാണ്. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് പാളയത്ത് വെച്ചാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ KSU പ്രവർത്തകർ ശ്രമം നടത്തിയിട്ടുണ്ട്. 4-5 തവണ ഇതിനോടകം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഈ പ്രവർത്തകർ തിരിച്ചു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോയാൽ അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകും. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്തേക്ക് പോയാൽ അവിടെ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട്. അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. 4-5 തവണ ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചു. ആ ഘട്ടത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നേരിയ സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥ ഇല്ല എങ്കിലും പ്രവർത്തകർ അവിടെ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഉയർന്നത്. അതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് നേരത്തെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ പറഞ്ഞിരുന്നു. കൊടി കെട്ടാൻ സഹായിച്ചില്ല, അല്ലെങ്കിൽ തോരണം കെട്ടാൻ സഹായിച്ചില്ല എന്നതാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിക്കുമേൽ SFI പ്രവർത്തകർ ആരോപിച്ചത്. അതിലെ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ യൂണിറ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയും തലയിൽ ആയുധം ഉപയോഗിച്ചടിക്കുകയും വടി ഉപയോഗിച്ചടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇന്നലെ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ കുട്ടി 24-നോട് പ്രതികരിച്ചത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ KSUവിൻ്റെ പ്രതിഷേധം നടക്കുന്നത്. ഷഫീദ്, ഇക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? ഈ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിരുന്നു. കേസ് എടുത്തു എന്നതിനപ്പുറത്തേക്ക് അതിൽ പിന്നീട് നീക്കങ്ങളൊന്നും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? വിജയകുമാർ, ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. അത് പോലീസ് SFI പ്രവർത്തകരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആരോപണമാണ്. അത് ആ വിദ്യാർത്ഥിയും ഉന്നയിക്കുന്നു, സമാനമായി KSU ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഈ വിദ്യാർത്ഥികൾ ഒളിവിലാണ്. അതായത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാതി. അത് ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗം. അത് ഈ പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സംഘർഷ സമാനമായ സാഹചര്യം ജലപീരങ്കി പ്രയോഗത്തിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്ത് കാണാൻ സാധിക്കും. ആ രീതിയിൽ പ്രതിഷേധം പോകുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SFI യൂണിറ്റ് പ്രസിഡന്റ് അമൽചന്ദ്, സെക്രട്ടറി വിധു ഉദയ, ഭാരവാഹികളായ മിഥുൻ, അലൻ ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് ഈ വിദ്യാർത്ഥി, ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ മറുപടി. അദ്ദേഹത്തിന്റെ വൈകല്യമുള്ള, അദ്ദേഹത്തിന് ശേഷിക്കുറവുള്ള കാലിൽ ഷൂസ് ഇട്ട് ചവിട്ടി, കൈകൊണ്ട് ഇടിച്ചു. അതിനപ്പുറത്തേക്ക് ഈ ഇടിമുറി എന്ന് ആരോപിക്കപ്പെടുന്ന SFI യൂണിറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകവേ ഈ തലയുടെ പിൻവശത്ത് വടികൊണ്ട് അടിച്ചു തുടങ്ങിയ ആരോപണമാണ് ഈ വിദ്യാർത്ഥി ഉന്നയിച്ചത്. ഇപ്പോൾ ഈ പോലീസിന് നേരെ പ്രവർത്തകർ ഈ കമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബാരിക്കേഡ് തകർക്കാനുള്ള നീക്കം അത് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതാണ്ട് 7-ാം തവണയും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. 7-ാം തവണയും യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ സംഘർഷ സമാനമായ സാഹചര്യത്തിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ പ്രതിഷേധിച്ചായിരുന്നു KSUവിന്റെ പ്രതിഷേധ മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ വെച്ച ഈ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പക്ഷേ ഈ ബാരിക്കേഡ് കടന്ന KSU പ്രവർത്തകർ പോയാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകരുണ്ട്, SFI വിദ്യാർത്ഥികളുണ്ട്. സ്വാഭാവികമായും അത് മറ്റൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ആ ബാരിക്കേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 7-ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിട്ടും KSU പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ കിരാത വാഴ്ച അവസാനിപ്പിക്കണമെന്നുള്ളതാണ് KSU പ്രതിഷേധ മാർച്ചിലെ പ്രധാന മുദ്രാവാക്യം. അതിനുമപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി അത് അവസാനിപ്പിക്കണം. അക്കാര്യത്തിൽ സർക്കാർ തന്നെ അത് അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തണം. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി SFI തോന്നുംപടി അവരുടെ ഇടിമുറിയിൽ കയറ്റി ഇടിച്ചിട്ടും
പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നേരിയ ശമനം ഈ സംഘർഷത്തിനുണ്ടായിരിക്കുന്നു. KSU പ്രവർത്തകർ മുൻപ് നമ്മുടെ ഈ ബാരിക്കേഡിന്റെ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏതാണ്ട് 25 മിനിറ്റോളം സംഘർഷമായ സാഹചര്യം അത് യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന. ഒരു പക്ഷേ ഈ ബാരിക്കേഡ് കടന്നുകൊണ്ട് വീണ്ടും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലേക്ക് അല്ലെങ്കിൽ KSU പ്രവർത്തകർ ഇപ്പോൾ ഏതാണ്ട് പിരിഞ്ഞു പോവുകയാണ് എന്ന് തോന്നുന്നു. 7 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള KSUവിന്റെ പ്രതിഷേധ മാർച്ച് പാളയത്ത് വെച്ച് പോലീസ് തടഞ്ഞു. 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്.